കൂടുതലും ചേട്ടൻ സീരിയലുകളിലാണ് സജീവമായിട്ടുള്ളത്. വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ 10-23 വർഷമായിട്ട് സീരിയൽ തന്നെയാണ്. നമ്മുടെ ദൂരദർശനൊക്കെ ഉണ്ടായ ദൂരദർശൻ മാത്രം ചാനലുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ 13 എപ്പിസോഡ് സീരിയലൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ്. അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. എങ്ങനെയാണ് ആദ്യത്തെ സീരിയലിൽ എത്തിപ്പെട്ടത്? എത്തിപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഈ അഭിനയം ഇടയ്ക്ക് ഞാൻ ഈ നാടകത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. സംസ്കൃത നാടകമൊക്കെ അഭിനയിക്കുമായിരുന്നു. അപ്പോൾ ഈ അതിലൊരു ഭീമൻ്റെ കഥാപാത്രമായിരുന്നു. സംസ്കൃതമാകുമ്പോൾ കൂടുതലും പുരാണ നാടകങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അതിലൊരു ചെറിയ ഒരു പോർഷൻ എടുത്തിട്ട് അതിൽ ഭീമൻ്റെ ഒരു കഥാപാത്രമായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അഭിനയിക്കണം എന്നുള്ളൊരു മോഹം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ അന്ന് ആ സമയത്താണ് ഒന്ന് ദിവ്യ ഉണ്ണിയുടെ, ഇപ്പോൾ ദിവ്യ ഉണ്ണി എന്നിപ്പോൾ പറയുമ്പോൾ അറിയാൻ പറ്റും, അന്നൊക്കെ ദിവ്യ ഉണ്ണി പെറ്റിക്കോട്ടിട്ട് നടക്കുന്ന കാലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിവ്യാനോടെ അമ്മാവൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സീരിയലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഒരു മദ്രാസിൽ ബേസ്ഡ് ആൾക്കാരാണ്, ഗോപാലകൃഷ്ണൻ മൂർത്തി എന്ന് പറയും. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു കത്ത് തന്നു വിടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കത്ത് തന്നു വിട്ടിട്ട് അങ്ങനെ അവരെ പരിചയപ്പെട്ട് അതിലൊരു വേഷം ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. അന്നാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ആശ ശരത്തിൻ്റെ ഒക്കെ രണ്ടാമത്തെ സീരിയലായിരുന്നു. അതിലങ്ങനെ ആ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്തു. ആദ്യമായിട്ട് ഞാൻ സത്താറിൻ്റെ കൂടെയാണ് അവരിങ്ങനെ പണി, മരിച്ചുപോയത് നമ്മുടെ പഴയ നടൻ സത്താറിൻ്റെ. അങ്ങനെയാണ് ഈ 13 എപ്പിസോഡ് സീരിയലിൽ തുടങ്ങുന്നതും പിന്നെയാണ് ഏഷ്യാനെറ്റ് വരുന്നതൊക്കെ. ഏഷ്യാനെറ്റിൽ പിന്നെ അടുത്തതൊരു എന്താ ഗോകുലം എന്നാണ് സീരിയൽ ചെയ്യുന്നത്, ഒരു മെഗാ സീരിയൽ. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ തന്നെ വേറെ സ്ത്രീ എന്ന് പറഞ്ഞ സീരിയലുണ്ടല്ലോ. പിന്നെ അതിൽ സ്ത്രീ എന്ന് പറഞ്ഞ സീരിയൽ വില്ലനായിട്ട് വരുന്നു. പിന്നെ തുടരെ ഇപ്പോൾ പറഞ്ഞ പോലെയാണ് വില്ലൻ കഥാപാത്രങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്ത് പിന്നെ തുടർന്ന പോലെയാണ് സീരിയൽ. വില്ലൻ കഥാപാത്രങ്ങൾ സ്വയം തിരഞ്ഞെടുത്തതാണോ അതോ ഒരു കഥാപാത്രത്തിന് ശേഷം വീണ്ടും അങ്ങനെ തന്നെ വന്നു പോയതാണോ? ഇല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ സ്ത്രീയിലെ വില്ലൻ കഥാപാത്രം ചെയ്തുകയും അത് വിജയിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രത്തെ ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പം പിന്നെ വരുന്നതെല്ലാം ഈ വില്ലൻ കഥാപാത്രങ്ങളാണ്. എവിടെ നെഗറ്റീവ് ക്യാരക്ടറുണ്ടോ ഉടനെ ആ പുള്ളിയെ വിളിക്കാം. അപ്പം കാരണം അത് കൂടുതലൊന്നും ഇപ്പം രജിസ്റ്റേർഡ് ആയല്ലോ. അപ്പം പിന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിനയൻ സാറിൻ്റെ തമിഴ് സിനിമ ചെയ്യുന്നത് കാശി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ വാസന്തി ലക്ഷ്മി, പിന്നെ ഞാൻ അതിൻ്റെ തമിഴ് വേർഷൻ വിക്രമൊക്കെ ചെയ്തതിൻ്റെ. അപ്പം അങ്ങനെയാണ് തമിഴിലേക്ക് വിനയൻ സാറിൻ്റെ ആ ഒരു ഇതിലേക്കാണ് ആദ്യമായിട്ട് മൂവിയിലേക്ക് ചെയ്യണം. അതിന് മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്തു, വേണുഗോപൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, കുസൃതിക്കുറുപ്പ് ഒക്കെ ചെയ്ത് ജയറാമ മീനയൊക്കെ ചെയ്ത് അതിലൊരു ചെറിയൊരു വേഷം ചെയ്തു. ഈ സീരിയലിൻ്റെ ഇടയിൽ വേഷമല്ല, ഒറ്റ ഷോട്ടിലൊരു സാധനം ചെയ്തു. പിന്നെ സജീവമായിട്ട് ചെയ്യുന്നത് ഈ കാശിയിലാണ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നെഗറ്റീവ് റോൾ ചെയ്യുന്ന കഥാപാത്രങ്ങളെ പോസിറ്റീവായിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ പ്രേക്ഷകർ ഒരുപോലെ തന്നെയാണ്, അത് അഭിനയമാണ് എന്ന് കണ്ടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെയല്ലല്ലോ. നെഗറ്റീവ് ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ വില്ലനാണ്, മോശപ്പെട്ടവനാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നല്ലോ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഈ നെഗറ്റീവ് റോളുകൾ ഇങ്ങനെ സ്ഥിരമായി ചെയ്തിരുന്നത് കൊണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന്? നമ്മൾ ഈ പുറത്തേക്ക് പോകുമ്പോൾ ഈ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണല്ലോ ഈ സീരിയലിൻ്റെ ആൾക്കാർ. അപ്പോൾ അവരിങ്ങനെ എന്താടെ കാണിക്കണേ, എങ്ങനെയാണോ കാണിക്കണേ, അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ പറയും, ഓ സീരിയലല്ലമ്മ എന്നൊക്കെ ഇങ്ങനെ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ പോകും. പ്രത്യേകിച്ച് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ ഒരു സ്ത്രീകളൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ നല്ല കഥാപാത്രങ്ങൾ, നല്ല വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ടാണെങ്കിൽ ഓക്കെ. വെറുതെ ഡയലോഗ് പറഞ്ഞ് പോയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നിൽക്കുക ഡയലോഗ് പറയെ പോവുക. പിന്നെ ഈ സീരിയലിന് അങ്ങനെ ഒരു ശാപമുണ്ട്, ഈ വെറുതെ ഡയലോഗ് പറഞ്ഞ് പോവുക, അതിൽ നമുക്കും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ ചെറിയ ഒരുപാട് വേഷങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അതിലിപ്പോൾ വേറിട്ട് കിട്ടിയത് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീപദം എന്ന് പറഞ്ഞ സീരിയലുണ്ടായിരുന്നു. അത് എഴുതിയത് ജോയ്സിയാണ്. അത് മഴവിൽ മനോരമയിലായിരുന്നു. അതിന് പിന്നെ ഒരുപാട് വേരിയേഷനുള്ളൊരു വേണുഗോപൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു. അത് നല്ലൊരു അംഗീകാരം കിട്ടിയൊരു കഥാപാത്രമാണ് അത്. കൂടുതലും ചെയ്തത് സീരിയലുകളാണല്ലോ സിനിമകളെ അപേക്ഷിച്ച്. എന്തുകൊണ്ട് സീരിയൽ? അത് സ്വയം തിരഞ്ഞെടുത്തതായിരുന്നോ അതോ സീരിയൽ ചേട്ടനെ തിരഞ്ഞെടുത്തതായിരുന്നോ? അല്ല, അതങ്ങനെയല്ല. സീരിയലിൽ വരുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നീട് ഞാൻ അഭിനയിച്ചത് റൺവേ സിനിമയാണ്. അതും ജോഷി സാറ് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചതാണ്. അങ്ങനെയാണ് റൺവേ സിനിമയിൽ ദിലീപിൻ്റെ ഇതിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മാമ്പഴക്കാലം അഭിനയിച്ചു, മോഹൻലാലിൻ്റെ അനിയനായിട്ട് അഭിനയിച്ചു ജോഷി സാറിൻ്റെ തന്നെ.
അപ്പോൾ ഈ സീരിയലുകാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നില്ലെങ്കിൽ അപ്പം ജോഷ് സാറും പറഞ്ഞു നീ ഒന്നില്ലെങ്കിൽ സീരിയൽ നിർത്തുന്നു പറഞ്ഞു. സീരിയൽ നിർത്തുമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ സീരിയൽ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഉപജീവന മാർഗ്ഗം ഉണ്ടല്ലോ എല്ലാവരും ത്രൂഔട്ട് ഉണ്ടാവും. നമുക്ക് 2 വർഷം 3 വർഷമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ തേടി ഇങ്ങനെ കഥാപാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചെയ്തു ലോകനാഥൻ IAS, ബെൻ ജോൺസൺ എന്നൊക്കെ പറഞ്ഞ് കുറേ പടങ്ങൾ ചെയ്തു. കലാഭമണിയുടെ കൂടെ കുറേ പടങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തു. ഞാൻ ദുബായിലായിരുന്നു. പിന്നെ ഒരു ബ്രേക്ക് എടുത്തു പോയതിൻ്റെ ഒരു റീസ്റ്റാർട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ പടം സിനിമകളിലേക്ക് കയറാനായിട്ട്. സീരിയൽ പിന്നെ കുഴപ്പമില്ല. അവിടെ തന്നെ ഈ ഇൻകമ്മത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ എന്നാൽ പിന്നെ നോക്കാം വേറൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചാൽ വേണ്ട റേഡിയോ ജോക്കിയായിട്ട് കുറച്ച് നാൾ ദുബായിലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെയും അഭിനയിക്കണം എന്നുള്ളൊരു മോഹം കൊണ്ട് എല്ലാവരും കൂടി പിന്നെ വീണ്ടും തിരിച്ചു വന്നു. പിന്നെയാണ് ഇങ്ങനെ വീണ്ടും സീരിയലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീണ്ടും അതിൽ നിന്ന് നമുക്കൊരു സിനിമയിലേക്ക് പോകാൻ സിനിമ എന്തൊരു ഇപ്പോൾ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ നടനല്ലേ സിനിമ നടനല്ലേ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട് എപ്പോഴും. അങ്ങനെ സീരിയലിൽ അഭിനയിക്കുന്നവരെ സിനിമയിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെയും കാണണം ഇവിടെയും കാണണം. അത് പ്രേക്ഷകരുടെ ബുദ്ധിമുട്ടാണോ അതോ സംവിധായകന്റെ ബുദ്ധിമുട്ടാണോ? അല്ല ഇവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് കാഴ്ചപ്പാടിൻ്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ല പ്രേക്ഷകരുടെ അല്ല ഈ സംവിധായകരുടെ. അല്ല ഈ സംവിധായകർ മാത്രമല്ല ഈ സിനിമയിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ. ഇപ്പോൾ ഒരു ദിവസം ഒരു സംവിധായകൻ പറയണ കേട്ടു നിങ്ങൾ വീട്ടിൽ 24 മണിക്കൂർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം, പിന്നെ തിയേറ്റർ വന്നാലും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ? നമുക്ക് പുതിയ ആൾക്കാരെ വേണ്ടേ അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിലിങ്ങനെ സംസാരിക്കണം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആക്ടിങ് ഇത് എല്ലാത്തിൻ്റെ ആക്ടിങ്ങിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മളെല്ലാം ആക്ടിങ് തന്നെ പക്ഷേ ഇപ്പോൾ നാടകമാണെങ്കിലും സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും ബേസ് ആക്ടിങ് ആണ്. പക്ഷേ എങ്കിലും മൂന്ന് തരത്തിലാണ് അത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതാകുമ്പോൾ കുറച്ച് വലിച്ചു പറയും, കുറച്ച് മാർക്ക് എന്നിട്ട് അങ്ങോട്ട് നടന്ന് ആ മാർക്ക് വരെ എത്തുന്ന രീതിയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ കിട്ടണമല്ലോ. മറ്റേതാകുമ്പോൾ കുറച്ച് ഫാസ്റ്റായിരിക്കും. പിന്നെ സംസാരിക്കുന്നതിൻ്റെ ഡയലോഗിൻ്റെ സീരിയലാകുമ്പോൾ കുറച്ച് കടുകെട്ടി വാക്കുകളൊക്കെ ആയിരിക്കും. കാരണം അവരെഴുതുന്നൊരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് വേറെയാണ്. സിനിമയാകുമ്പോൾ നമുക്ക് കാണില്ല വളരെ നമ്മൾ വർത്തമാനം പറയുന്ന പോലെയൊക്കെയാണ് ഇപ്പം എഴുതുന്നത് തന്നെ. വളരെ കാഷ്വലായിട്ടാണ്. നാടകം കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്യണം. നമ്മൾ നാടകീയതയുണ്ട്, എക്സാജറേഷൻ ഉണ്ട്, വാക്കുകളിൽ പോലും ഡയലോഗിൻ്റെ വാക്കുകളിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ നാടകമാണോ സീരിയലാണോ സിനിമയാണോ ഒരു അഭിനേതാവിന് കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ളത് ഏതാണ്? ചലഞ്ച് എപ്പോഴും നാടകം തന്നെയല്ല. നമ്മൾ ലൈവായിട്ട് നമ്മൾ കാണാൻ വേണ്ടി ലൈവായിട്ട് നമ്മൾ അതിൻ്റെ റെസ്പോൺസ് കിട്ടണമെങ്കിൽ നമ്മൾ ആ സുഖം നാടകം ആയിരിക്കാം. പക്ഷേ എങ്കിലും നമുക്കറിയാമല്ലോ നാടകം നമ്മൾ ഈ വാസ്റ്റ് ഓഫ് ഇപ്പോൾ എല്ലാവരും അഭിനയം നമുക്ക് വാസ്റ്റ് ഓഫ് ഒരു റീച്ച് കിട്ടണമെങ്കിൽ എപ്പോഴും സിനിമ തന്നെയാണ് അതിൻ്റെ ഒരു. പിന്നെ വേറെ ഒന്നുണ്ട്, നമ്മൾ ഔട്ട്സ്കേർട്സിലൊക്കെ പോയി കഴിഞ്ഞാൽ സീരിയൽ കാണുന്നവരേ ഉള്ളൂ, സിനിമ കാണുന്നവരില്ല. നമുക്ക് പെട്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയും. ഇപ്പം തിരിച്ചറിയലല്ല നമ്മുടെ വിഷയം. നമുക്ക് നമ്മൾ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടുക, അത് ചെയ്യുക എന്നുള്ളതാണ്. അതെ. നാടകം ഇപ്പം എത്ര നാളായിട്ട് ചെയ്യാതായിട്ട്? കുറേ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളൊരു നാടകം ഇങ്ങനെ ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ ഇപ്പം മരിച്ചുപോയ അദ്ദേഹം കലാശാല ബാബു, അദ്ദേഹം അങ്ങനെ കുറച്ച് പേര്, ബാബു അമ്പൂരി, പടനിലൻ സാറ്, അങ്ങനെ കുറച്ച് പേരിങ്ങനെ വീണ്ടും ടോണി അങ്ങനെ കുറച്ച് പേര് വീണ്ടും ഒന്ന് ഫോം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ചെയ്തായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ടൗൺ ഹാളിൽ വെച്ചിട്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു 2 വർഷം മുമ്പ് കുറച്ച്. പക്ഷെ അത് ലൈവായിരുന്നില്ല, റെക്കോർഡഡ് ഇതായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ ചെയ്താലോ വീണ്ടും ഇതിന് ഒരു ചെയ്താലോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ അത്രയും നമുക്കൊരു എഫേർട്ട് എടുത്താലും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ മണി വൈസാണ് ഞാൻ പറയുന്നത്, ബിസിനസ് വൈസാണ് ഞാൻ പറയുന്നത്. ബിസിനസ് വൈസ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ കയ്യിലെ കാശ് എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് വേണ്ടി നടന്ന് അത് ചെയ്ത് ഇതിപ്പോൾ ഏത് നടനെ വെച്ചിട്ട് നമ്മൾ നാടകം ചെയ്താലും നമ്മൾ ടിക്കറ്റ് വെക്കണമല്ലോ. പിന്നെ ടിക്കറ്റ് വെക്കണം, അതിൻ്റെ സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പഴയതുപോലെ നമ്മൾ പൂരപ്പറമ്പിൽ നാടകം കളിക്കണ പോലെ അല്ല ഇപ്പോൾ. അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഇതുപോലെ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായ എക്സ്പെൻസ് ഉണ്ട്, റിഹേഴ്സൽ ചെയ്യണം, അതിൻ്റേതായ അവരെ ക്യാമ്പിൽ നിർത്തണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം
ഇപ്പോൾ ആലോചിച്ചപ്പോൾ അതൊരു പ്രാക്ടിക്കലായിട്ട് വരുന്നില്ല അത്.